ജനപ്രതിനിധികൾ പൊതുജനങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകേണ്ടവരാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ഗുണ്ടായിസം കാണിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. പാലക്കാട് മണ്ണാർക്കാട് നിന്നുള്ള ഒരു ദൃശ്യം അല്പം ഭയപ്പെടുത്തുന്നതാണ്. മണ്ണാർക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിലെ ജീവനക്കാരനെ പഞ്ചായത്ത് അംഗം പൊതുസ്ഥലത്ത് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അംഗം സതീശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിലെ ജീവനക്കാരനായ ഭീമനാട് ഓട്ടുകവളത്തിൽ ഹരിദാസൻ പദമായ സംഭവം. ഹരിദാസനോട് കയർക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. റോഡരികിലെ ബാരിക്കേഡിനോട് ചേർത്ത് പിടിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു. പരിക്കേറ്റ ഹരിദാസൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ കേസെടുത്ത പോലീസ് ഹരിദാസനെ കയ്യേറ്റം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. തുടർന്നാണ് പഞ്ചായത്ത് അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടപടിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വാഗതം ചെയ്തു. യൂണിയൻ സ്റ്റേഷനറി എന്ന സ്ഥാപനം നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഓണറായ ജോൺസേട്ടൻ വണ്ടി കയറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാർഗതടസ്സം സൃഷ്ടിച്ച് വെച്ചിരുന്ന ഒരു ബൈക്ക് ഈ ഹരിദാസൻ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രതികാര ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഇവർ അക്രമം അഴിച്ചുവിട്ടത്. അവർ മദ്യപന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും വളരെ മാരകമായ രീതിയിൽ ഒരു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെല്ലാം ആ വീഡിയോ കണ്ടിരിക്കും. വളരെ മോശമായ രീതിയിൽ ആദ്യം തള്ളുകയും പിന്നീട് ആ ബാരിക്കേഡിൽ വെച്ച് അദ്ദേഹത്തെ ഞെരിക്കുകയും മുഖത്ത് ഇടിക്കുകയൊക്കെ ചെയ്തു. നല്ല പരിക്കാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് കഴുത്തൊന്നും അനക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലാണ്. എന്നാലും ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടതായിരുന്നു. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് അവിടെ നടത്തിയത്. പിന്നെ ആ ഭാഗങ്ങളിൽ കൂടെ പല സമയത്തും ഇത്തരം അക്രമങ്ങൾ വഴിപോക്കരെ അടക്കം പലരും ആക്രമിക്കുന്ന അവസ്ഥയുണ്ട്. കഴിയുമെങ്കിൽ ആ ബീവറേജസ് കോർപ്പറേഷൻ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് 18 പാലക്കാട്.